എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് അല്ലെങ്കിൽ ചർച്ച എന്നുള്ളത് 6ാം സെമസ്റ്റർ മെക്കാനിക്കലുകാർക്ക് ഒരു ഓപ്പൺ എലക്റ്റീവ് പേപ്പർ ഉണ്ട്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മെക്കാനിക്കലത്തെ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ഈ പേപ്പർ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. എനർജി കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അതാണ് ആ സബ്ജക്റ്റിൻ്റെ പേര്. സബ്ജക്റ്റ് കോഡ് 6032B, എനർജി കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മളിങ്ങനെ മൊഡ്യൂൾ വൈസ് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. ഞാൻ അതിനപ്പുറത്തേക്ക് ഈ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താണ് ഉപകാരം കിട്ടുക, എന്താണ് ആ കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു നിർത്താനാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക, എന്താണ് KSEBയുടെ സോളാറിൻ്റെ പരിപാടിയൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പൊതുവേ പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊക്കെ പൊതുവേ ഉള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ മൊത്തത്തിൽ എനർജി കൺസർവേഷൻ്റെ ഒരു സംസാരമാണ് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും നമ്മൾ എനർജി കൺസർവേഷനൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലത് നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എങ്കിലും ഒരു സാധാരണക്കാരന് പെട്ടെന്ന് അയാളുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താവുന്ന കുറച്ച് കാൽക്കുലേഷനാണ് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ എനർജി കൺസർവേഷൻ, അതായത് നമ്മൾ ഊർജ്ജ സംരക്ഷണം. നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം, അത് തന്നെയാണ് എനർജി കൺസർവേഷൻ. നമ്മളെ കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കുറയും. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വളപ്പിൽ ഒരു 50 സെൻറ്റ് വളപ്പുണ്ട്, അതിൽ 4 മക്കളുണ്ടെങ്കിൽ പിന്നെ 4 ആൾക്ക് വീതം വെച്ച് കൊടുത്തു, അതിൽ 4 വീട് വന്നു. ഈ 4 വീട് വന്ന് ഈ 4 വീട്ടിലേക്ക് നമുക്ക് എന്ത് വേണം, കറണ്ടിൻ്റെ കണക്ഷൻ വേണം. അപ്പോൾ ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യണം, കൂട്ടണം. ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജലവൈദ്യുത പദ്ധതി നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിരപ്പള്ളിയിൽ നമ്മളൊരു ജലവൈദ്യുത പദ്ധതി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് വനം വെട്ടി നശിപ്പിക്കണം. അതുമാതിരി ആ പുഴയ്ക്ക് കുറുകെ, ചാലക്കുടി പുഴയ്ക്ക് കുറുകെ നമ്മളൊരു ഡാം കെട്ടി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആവാസ വ്യവസ്ഥേനെ ബാധിക്കും. അതിനൊരുപാട് പ്രയാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള സ്ഥലപരിമിതി ഉണ്ട്, മറ്റു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആണവ നിലയം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നിലവിലുള്ള ഊർജ്ജോൽപാദനം എങ്ങനെ നമുക്ക് എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ എൻ്റെ വീട്ടിൽ 1000 വാട്ടാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കറണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ 5 യൂണിറ്റ് കറണ്ട് ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കാം. എനിക്ക് ആ 5 യൂണിറ്റ് കറണ്ട് ഒരു 2.5 യൂണിറ്റ് ആക്കിയിട്ട് കുറക്കാനും പറ്റി. എന്നാൽ എൻ്റെ ഉപയോഗങ്ങൾ എനിക്ക് നടക്കും ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കറണ്ട് ബില്ല് വരും. കറണ്ട് ബില്ല് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു മാസം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 150 യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിച്ച ബില്ല് വരുന്ന വിചാരിക്കാം. അപ്പോൾ ഒരു ദിവസത്തെ നിങ്ങളുടെ ശരാശരി ഉപയോഗം 30 ദിവസത്തിനാണല്ലോ കറണ്ട് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ശരാശരി ഉപയോഗം എത്ര യൂണിറ്റായി? ഒരു മാസം നിങ്ങൾക്ക് 150 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചതിൻ്റെ ബില്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു മാസം 30 ദിവസത്തിനാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ദിവസം 5 യൂണിറ്റ് കറണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം 5 യൂണിറ്റ് കറണ്ട് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റും ഫാനും ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ ലൈറ്റിൻ്റെ ഉപയോഗം നടക്കണം, ഫാനിൻ്റെ ഉപയോഗം നടക്കണം, എന്നാൽ കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കും വേണം. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യുന്നത്. അതായത് എനർജി കൺസർവേഷൻ്റെ ബാലപാഠങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി പോണത്. ആദ്യമായിട്ട് നമ്മൾ ഉദാഹരിക്കാൻ പോണത്, ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഫാനുണ്ട്. ഇപ്പോൾ കുറച്ച് പഴയ കാലത്തെ ഒരു ഫാനാണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞൊരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പ് മേടിച്ചതാണെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അത് 60 വാട്ടായിരിക്കും കറണ്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. അതായത് ഒരു ഫാനിൻ്റെ മുകളിൽ അതിൻ്റെ റേറ്റിംഗ് എഴുതിയിട്ടുണ്ടാവും 60 വാട്ട് കറണ്ടാണ് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ 60 വാട്ടിൻ്റെ ഫാന് എത്ര മണിക്കൂർ കറങ്ങിയാൽ 1 യൂണിറ്റ് കറണ്ട് ആവും എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഫോർമുല മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവറാണ്. 1000 വാട്ട് അവറാണ് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് അവറിനെ നമ്മളൊരു യൂണിറ്റ് കറണ്ട് എന്നൊക്കെ പറയാം. അതൊക്കെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 60 അല്ലേ, അപ്പോൾ ഏകദേശം ഒരു 16.66 എന്നുള്ളൊരു സംഭവം കിട്ടും. അപ്പോൾ 60 വാട്ടിൻ്റെ ഫാൻ
16 അല്ലെങ്കിൽ ഏകദേശം ഒരു 17 മണിക്കൂർ കറങ്ങിയാൽ 60 വാട്ടിൻ്റെ ഫാൻ 17 മണിക്കൂർ കറങ്ങിയാൽ 1 യൂണിറ്റ് കറണ്ടായി. ഓക്കെ, അപ്പോൾ ഈ ഫാൻ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് മാറ്റുകയാണ്. പുതുതായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന BLDC ഫാനുണ്ട്, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഓടുന്ന ഫാന്, അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ BLDC ഫാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സാധാ ഫാൻ മാറ്റി BLDC ഫാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം 25 വാട്ട് അല്ലെങ്കിൽ 24 വാട്ടൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഫാൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 25 വാട്ടിൻ്റെ ഒരു ഫാനാണ് നമ്മൾ മേടിച്ച് വിചാരിക്കാം. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 60 വാട്ടിൻ്റെ ഫാനാണ്. ആ ഫാൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു BLDC ഫാൻ മേടിച്ചു. അതിനിപ്പോൾ എത്ര വാട്ടാണുള്ളത്, 25 വാട്ടാണുള്ളത്. ഓക്കെ, അങ്ങനെ 25 വാട്ടിൻ്റെ ഫാനാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞെടുത്താണ്, 60 വാട്ടിൻ്റെ ഫാന് 17 മണിക്കൂർ ഓടിയപ്പോൾ 1 യൂണിറ്റ് കറണ്ടായി. നമ്മളത് മാറ്റിയിട്ട് ഇപ്പോൾ 25 വാട്ടിൻ്റെ ഫാനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 25, അപ്പോൾ 40 കിട്ടും. അപ്പോൾ 25 വാട്ടിൻ്റെ ഫാന് ഏകദേശം 40 മണിക്കൂർ ഓടിയാലാണ് 1 യൂണിറ്റ് കറണ്ട് വരുള്ളൂ. അപ്പോൾ കണ്ടോ, 60 വാട്ടുള്ള ഒരു ഫാൻ കറങ്ങുന്ന അതേ പരിപാടി തന്നെയാണ് 25 വാട്ടിൻ്റെ ഫാൻ കറങ്ങിയാലും നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, പക്ഷേ കറണ്ടിൻ്റെ ഉപയോഗത്തിൽ ഇത്രയധികം എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. ഇത് 17 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് കറണ്ടായി. നേരെ മറിച്ച് ഈ ഫാനാണെങ്കിലോ 40 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 യൂണിറ്റ് കറണ്ടായി. അപ്പോൾ കണ്ടോ, അത്രത്തോളം വ്യത്യാസം വന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, നടന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ലൈറ്റുകൾ. അപ്പോൾ പിന്നെ ലൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അധികം പറയണ്ട. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ വീട്ടിൽ ചിലപ്പോൾ സാധാ ബൾബൊക്കെ ഉപയോഗം എന്തായിരിക്കും, കുറവായിരിക്കും. കുറച്ച് കാലം മുമ്പ് എന്ത് ചെയ്തിരുന്നു, CFL ലാമ്പ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അതും പോയി, ഇപ്പോൾ LED ലാമ്പ് ഉപയോഗിക്കൽ തുടങ്ങി അല്ലേ. LED ലാമ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാ ഒരു 60 വാട്ടിൻ്റെ ബൾബ്, പഴയ കാലത്ത് ഉദാഹരണം പറഞ്ഞാൽ ഒരു 100 വാട്ടിൻ്റെ ബൾബിൻ്റെ ആയിരിക്കാം മുമ്പത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുന്നതിൽ വലിയ പ്രശസ്തിയൊന്നും ഉണ്ടാവില്ല. ഈ 100 വാട്ടിൻ്റെ ബൾബ് ഏകദേശം 10 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ, 100 വാട്ടിൻ്റെ ബൾബ് 10 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ 1 യൂണിറ്റ് കറണ്ടായി. എന്നാലിപ്പോൾ പുതുതായിട്ട് അനുസരിച്ചിട്ട് 10 വാട്ടിൻ്റെ LED ബൾബ് ഉണ്ടാവും, മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. 10 വാട്ടിൻ്റെ LED ബൾബ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഈ 10 വാട്ടിൻ്റെ LED ബൾബ് 1000 ഡിവൈഡഡ് ബൈ ജസ്റ്റ് 10 കൊണ്ട് അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു 100 എന്നുള്ളൊരു ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 10 വാട്ടിൻ്റെ LED ബൾബ് 100 മണിക്കൂർ ഓടുമ്പോഴാണ് 1 യൂണിറ്റ് കറണ്ട് വരിക. അതായത് പണ്ട് കാലങ്ങളിൽ 100 വാട്ടിൻ്റെ ബൾബ് 10 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് കറണ്ടായി. ഇന്നത്തെ അവസ്ഥയിൽ ഈ 100 വാട്ട് ബൾബിൻ്റെ വെളിച്ചം കിട്ടും 10 വാട്ടിൻ്റെ LED ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഈ 10 വാട്ടിൻ്റെ LED ബൾബ് 100 മണിക്കൂർ ഓടിയാലേ 1 യൂണിറ്റ് കറണ്ട് ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി, വീടിനകത്ത് ഉപയോഗിക്കുന്ന ബൾബുകൾ നമ്മൾ LED ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഉപയോഗം എത്രത്തോളം കുറയും എന്നുള്ളത് കാര്യങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ 100 വാട്ടിൻ്റെ ബൾബ് ഉപയോഗിക്കുമ്പോൾ റൂമിനകത്ത് ഭയങ്കര ചൂടായിരിക്കും കുറച്ച് നേരമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതേമാതിരി ലൈറ്റൊന്നും അത്ര ഒരു സുഖമാവില്ല. നമ്മൾ ഈ 10 വാട്ടിൻ്റെ LED ബൾബ് ഉപയോഗിച്ചിറങ്ങി വിചാരിക്കുക, റൂമിനകത്ത് ചൂട് കൂടുക, ടെമ്പറേച്ചർ കൂടുക, അത്യാദി പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല ഈ 10 വാട്ടിൻ്റെ LED ബൾബ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ എനർജി സേവ് ചെയ്യാനുള്ള 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഒരു ഫാനിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. 2, നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ബൾബിൻ്റെ കേസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം നമുക്ക് എനർജി സേവിങ് നടക്കുന്നുള്ളത്. അതേപോലെ നമ്മൾ വേറൊരു സംഭവമാണ് എന്ത്, നമ്മൾ വീടിനകത്ത് ഇപ്പോൾ ഫ്രിഡ്ജ് മേടിക്കുകയാണ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ മേടിക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ മേടിക്കുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനങ്ങൾ മേടിക്കാം. സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയി വിചാരിക്കാം. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും 150 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, 150 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 150 എന്ന് എഴുതി കണ്ടാൽ നമുക്ക് മനസ്സിലായി ഏകദേശം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം 1/2 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചാൽ ഈ ഫ്രിഡ്ജ് എന്ത് ചെയ്യും, സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇന്ന് നേരെ മറിച്ച് 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഏകദേശം 225 എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 200 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ അതിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ പവർ കൺസപ്ഷൻ പെർ ഇയർ ആയിട്ട് 200 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഒരു ദിവസം ആവറേജ് 3/4 യൂണിറ്റ് കറണ്ട് വെച്ചിട്ട് ഉപയോഗിച്ചാലാണ് ഈ ഫ്രിഡ്ജ് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡായിട്ട് ഓടുക എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജിന് ഇപ്പോൾ 12,500 റുപ്യാണ് എന്ന് വിചാരിക്കുക. ഉദാഹരണമാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്രിഡ്ജിന് 12,500 റുപ്യാണ്. പക്ഷെ അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു അര യൂണിറ്റ് കറണ്ട് വെച്ചിട്ടേ വരുള്ളൂ. അര യൂണിറ്റ് കറണ്ട് വെച്ച് വരുമ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, സ്മൂത്തായിട്ട് പോകും. കറണ്ട് ബില്ല് എന്ത് ചെയ്യും, കുറയും. നേരെ മറിച്ച് 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്രിഡ്ജാണ് 10,000 റുപ്യക്കേ വിലയുള്ളൂ എന്ന് വിചാരിക്കുക. 10,000 റുപ്യക്കേ വില ഉള്ളൂ എന്നുണ്ടെങ്കിലും 200 യൂണിറ്റ് പെർ ഇയർ അതിൻ്റെ ഡോറിന് പോലെ എസ്റ്റിമേറ്റ് നമ്മൾ നോക്കി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു ദിവസം 3/4 യൂണിറ്റ് കറണ്ട് വെച്ചിട്ട് എന്തിനാണ് ഇയാൾക്ക് ഉപയോഗിക്കുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിന് 10,000 റുപ്യ, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതിന് 12,500 റുപ്യ ഉദാഹരണമാണ്. അപ്പോൾ 2,500 റുപ്യ അധികം കൊടുത്താലും നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗം ഏതിൽ കുറയ്ക്കാൻ പറ്റും, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജിനകത്ത് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയി, ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷൻ മേടിക്കാൻ പോയി, അങ്ങനെ അല്ലെങ്കിൽ ഒരു മിക്സി മേടിക്കാൻ പോയി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നൊരു പമ്പ് സെറ്റ് മോട്ടർ മേടിക്കാൻ പോയി, ഏത് ഉപകരണമാണെങ്കിലും ഈ സ്റ്റാർ റേറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൂടുമ്പോൾ അതിനകത്ത് കറണ്ടിൻ്റെ ഉപയോഗം എന്ത് ചെയ്യും, ആനുപാതികമായിട്ട് ഇങ്ങനെ കുറയും. ആ കറണ്ടിൻ്റെ ഉപയോഗം ആനുപാതികമായിട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവാമല്ലോ, കറണ്ടിൻ്റെ ബില്ലും കുറയും, കറണ്ടിൻ്റെ ഉപയോഗം കുറയും. അപ്പോൾ ഉള്ള പവർ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഊർജ്ജ സംരക്ഷണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അതേപോലെ വീടിനകത്ത് എനർജി കൺസർവേഷൻ്റെ വേറൊരു പരിപാടിയാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, AC ഉപയോഗിക്കും, എയർ കണ്ടീഷൻ ഉപയോഗിക്കും. അപ്പോൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മൊത്തത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് എന്ത്, നമ്മൾ റൂമിൻ്റെ ജനലും വാതിലൊക്കെ അടച്ചു, എയർ ഹോളൊക്കെ അടച്ചു, എന്നിട്ട് അങ്ങനെ AC ഒക്കെ ഓണായി, നല്ല പുതിയ മോഡൽ ഇൻവെർട്ടർ AC കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് എന്ത് ചെയ്തോളും, പോയിക്കോളും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ വാതിൽ തുറന്നിട്ട് AC ഓണാക്കി വിചാരിക്കുക. അപ്പോൾ ഈ റൂം തണുപ്പിക്കുന്നതിന് പകരം AC പിന്നെ മൊത്തം അന്തരീക്ഷമാണ് എന്ത് ചെയ്യുക, തണുപ്പിക്കുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കറണ്ട് ബില്ല് കൂടും, AC പ്രവർത്തനം കൂടും. മാത്രമല്ല AC കുറച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും. നേരെ മറിച്ചിട്ട് ജനലും വാതിലൊക്കെ കൃത്യമായിട്ട് അടച്ചു, എയർ ഹോളൊക്കെ അടച്ചു, AC നമ്മൾ ഓണാക്കി, റൂമിനകത്ത് ടെമ്പറേച്ചർ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ആ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കട്ടാവും. പിന്നെ റൂമിനകത്ത് അങ്ങനെ ചൂട് കൂടുന്നതിനനുസരിച്ച് AC ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പോകും. അന്നേരം നമ്മൾ ജനലാണ് തുറന്നിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ വാതില തുറന്നിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ട് കുറേ നേരം പുറത്തൊരാളായിട്ട് സംസാരിച്ചു വിചാരിക്കുക. ആ പുറത്തുള്ള ചൂടുള്ള വായു ഉള്ളിലേക്കും കയറും. മാത്രമല്ല AC വർക്ക് കൂടുകയും ചെയ്യും. അപ്പോൾ അവിടെ കണ്ടോ, അവിടെ ഊർജ്ജ സംരക്ഷണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, നടപ്പിലാവുന്നില്ല. അതുപോലെ നമ്മളിപ്പോൾ വേറെ പരിപാടി ചെയ്യുന്നതാണ്, നമ്മളിപ്പോൾ കാലത്ത് നീറ്റിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാൻ വിചാരിക്കാം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രഷൊക്കെ കഴുകി പേസ്റ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് തുടങ്ങും. അപ്പോൾ കാരണം നമ്മൾ വാഷ് ബേസിൽ ടാപ്പൊക്കെ തുറന്നിട്ട് നമ്മുടെ പരിപാടി തീരുന്ന വരെ വെള്ളം അവിടെ അങ്ങനെ എന്ത് ചെയ്യും, വേസ്റ്റായിട്ട് പോകും. ഈ വെള്ളം എന്നുള്ളത് ഭയങ്കര ഗൗരവം കൂടിയൊരു വിഷയമാണ്. ഈ വെള്ളം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പമ്പ് ചെയ്തിട്ട് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ മോട്ടർ ഓൺ ആക്കും. അപ്പോൾ അവിടെ കറണ്ടിൻ്റെ ഉപയോഗം വന്നു. മാത്രമല്ല വെള്ളം വേസ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ വീടിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഊർജ്ജ സംരക്ഷണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സബ്ജക്റ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരുപാട് സാങ്കേതിക പദങ്ങൾ നിങ്ങൾ കേൾക്കും. ഒരുപാട് സാങ്കേതിക പദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആകെ ഒരു ഉള്ളർത്ഥം എന്നുള്ളത് നമ്മൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇനി വേറെ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ വേറെ ഭാഗമാണ് ഇപ്പോൾ പുതുതായിട്ട് കയറുന്ന വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ചെറിയ വീടാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം, ഭയങ്കര ഭംഗിയായിരിക്കും കാണാനൊക്കെ. പക്ഷേ ഒക്കെ 1/2 വാട്ട് 1/4 വാട്ടിൻ്റെ ഒക്കെ LED ആയിരിക്കും. അതായത് 1000 മണിക്കൂർ ഓടിയാൽ 1000 മണിക്കൂർ ഓണാക്കിയിട്ടാൽ മാത്രം 1 യൂണിറ്റ് കറണ്ട് വരുന്ന അത്രയും പവർ കൺസപ്ഷൻ കുറഞ്ഞ LED ലൈറ്റൊക്കെ ഇന്ന് മാർക്കറ്റിൽ കിട്ടും. അത്ര ലൈറ്റുകളൊക്കെ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കുറയും ചെയ്യും. മാത്രമല്ല പ്രകൃതിക്ക് വലിയ ദോഷമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കും. ആ സ്റ്റാർട്ടിങ്ങിൽ അത് മേടിക്കാനുള്ള പൈസ നമ്മൾ കുറച്ച് കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരു കമ്പനിയിലേക്ക് വരികയെന്ന് വിചാരിക്കാം. അതേപോലെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ എനർജി കൺസർവേഷൻ നമ്മൾ വീടിനകത്ത്, ബിൽഡിങ്ങിനകത്ത്, അതേമാതിരി ഇൻഡസ്ട്രിക്കകത്ത്, അതുപോലെ ഒരു ഷോപ്പിംഗ് മാളിനകത്തൊക്കെ എനർജി കൺസർവേഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്ജക്റ്റിനകത്തുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കടന്നു വരുന്ന സമയത്തുള്ളത്, ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം വെളിച്ചം, വായു ഒക്കെ വരുന്ന രീതിയിൽ അതിൻ്റെ വെന്റിലേഷൻ, അതിൻ്റെ ജനവാതിലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. വീടിനകത്ത് ശുദ്ധവായു ഒക്കെ വരട്ടെ. ഇപ്പോൾ പകൽ നല്ല സൂര്യവെളിച്ചമൊക്കെ ഉള്ള സമയത്ത് കർട്ടനൊക്കെ നീക്കി ജനൽ വഴി വീടിനകത്തേക്ക് സൂര്യവെളിച്ചം വന്നു, അതേമാതിരി കാറ്റും എയർ സർക്കുലേഷനൊക്കെ വന്നാൽ വീടിനും ഒരു ഗുണം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സൂര്യപ്രകാശം എന്നൊക്കെ ഉള്ളത് എന്താ അണുനശീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു സോഴ്സാണ് അല്ലേ. നമ്മൾ വസ്ത്രങ്ങളൊക്കെ അലക്കി വെയിലത്തിട്ട് ഉണക്കണം എന്നാണ് പറയുക, അതിനകത്തൊരു അണുനശീകരണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീടുകൾ വെക്കുമ്പോൾ, ഇപ്പോൾ വീടുകൾക്കും കെട്ടിടങ്ങൾക്കൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡം എന്നുള്ളത്
പ്രകൃതിയിലുള്ള ആ ഒരു വെളിച്ചവും കാറ്റൊക്കെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം, ഇതിനൊക്കെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ. ഇപ്പോൾ ഒരു വീടിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കിട്ടുക പറയുമ്പോൾ അത്യാവശ്യം പുറത്തുനിന്നുള്ള കാറ്റും വെളിച്ചമൊക്കെ ഉപയോഗിക്കേണ്ടി വിചാരിക്കുക. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ വീട് വെച്ചിരുന്നത്, ഇപ്പോഴൊക്കെ ആളുകളുടെ കാഴ്ചപ്പാട് മാറി. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ അത്യാവശ്യം സൂര്യ വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലും എയർ സർക്കുലേഷനൊക്കെ വരുന്ന രീതിയിൽ വീടും കാര്യങ്ങളൊക്കെ വയ്ക്കുക. കെട്ടിടങ്ങൾ ആ രീതിയിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കൽ തുടങ്ങിയിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടോപ്പിക്കിനകത്ത് ഉള്ള വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ കെട്ടിടങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് വന്നു, അതുമാതിരി വീടുകൾക്കൊക്കെ സ്റ്റാർ റേറ്റിംഗ് വന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് 10-15 വർഷം മുമ്പ് സിനിമാ നടൻ ശ്രീനിവാസൻ്റെ വീടിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നേരം അയാളെ വീടിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ച സമയത്ത് വീടിൻ്റെ 4 പുറം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജനലുകളൊക്കെ വലുതാണ്. പിന്നെ ആ ജനൽ വഴി നന്നായിട്ട് സൂര്യ വെളിച്ചം അകത്തേക്ക് കിട്ടും, നല്ല വായുസഞ്ചാരം കിട്ടും. 4 പുറം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് ആ മരത്തിൻ്റെ ഒരു തണുപ്പ് വീടിനകത്തേക്ക് കിട്ടും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മാനദണ്ഡം വെച്ചിട്ടാണ് ഈ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തത്. അപ്പോൾ കണ്ടു, ഒരുപാട് ടെക്നോളജി വെച്ചിട്ടല്ല, ഒരുപാട് അഡ്വാൻസ് ആക്കി എന്നുള്ള രീതിയിലല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട് ആൾ വീട് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നാണ് 10-15 വർഷം മുമ്പ് ആൾ വീട് വെച്ച സമയത്ത് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ കണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ആമുഖമായിട്ട് പറഞ്ഞെടുത്താണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ. ഇപ്പോൾ എല്ലാവരും കറണ്ടിൻ്റെ വണ്ടി ഒരു ട്രെൻഡാണ്. ആളുകൾക്ക് എന്താണ് കറണ്ടിൻ്റെ ഒരു വണ്ടി എടുക്കൽ. ഇപ്പോൾ ഒരു വീടിനകത്ത് കുറച്ച് ഉള്ളേരിയയിലാണ് വീടെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ടൊരു സ്കൂട്ടി പോലത്തെ ഒരു കറണ്ടിൻ്റെ വണ്ടി എടുക്കും. കുറച്ചുകൂടി പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 400 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു കാറ് പോലത്തെ വണ്ടിയൊക്കെ എടുക്കും. കാരണം എന്താണ് വളരെ ചെറിയ പൈസയും എന്ത് ചെയ്യും, നമുക്കിതൊക്കെ കൊണ്ടടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ വീടൊക്കെ വയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാർപോറേഷനകത്ത് പണ്ട് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പ്ലഗ് പോയിൻ്റ് ഒക്കെ ഇടുന്നത് പോലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗ് പോയിൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ വണ്ടിയൊക്കെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടി മേടിക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് കൂടും. പക്ഷേ റേഞ്ച് കൂടുന്ന അത് വിലയുടെ റേഞ്ച് അല്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുമ്പ് ഒരു സ്കൂട്ടി മേടിച്ചാൽ 40 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഒരു ഉദാഹരണമാണ് കേട്ടോ, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതല്ല. ഇപ്പോൾ ഒരു 100 AH ഒരു ബാറ്ററി ഉള്ള ഒരു സ്കൂട്ടി 5 വർഷം മുമ്പ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ 100 AH ഒരു ബാറ്ററി, ഒരു ഉദാഹരണമാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവല്ല, 100 AH കപ്പാസിറ്റി ഉള്ള ഒരു സ്കൂട്ടി നിങ്ങൾ മേടിച്ച് വിചാരിക്കാം. ഒരു 7 വർഷം മുമ്പ് നിങ്ങൾ മേടിച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്നുള്ളത് ഒരു തവണ ചാർജ് ചെയ്ത് ചിലപ്പോൾ 50 കിലോമീറ്റർ പോയി വരുള്ളൂ. ഇന്ന് അതേ സ്ഥാനത്ത് 100 AH കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു വണ്ടി നിങ്ങൾ മേടിച്ചാൽ ചിലപ്പോൾ 100 കിലോമീറ്റർ 125 കിലോമീറ്റർ എന്ത് ചെയ്യും, റേഞ്ച് കിട്ടും. അപ്പോൾ കണ്ടോ വ്യത്യാസം കണ്ടില്ലേ. അതേപോലെ തന്നെ ചാർജിങ് ടൈം കുറയും, റണ്ണിങ് ടൈം കുറയും. അതേപോലെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാർജിൻ്റെ ബാക്കപ്പ് കൂടും. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ വണ്ടി മേടിക്കുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ മേടിക്കാൻ നോക്കുക, ബാക്കപ്പ് ടൈം കൂടുതലുള്ള വണ്ടികളൊക്കെ മേടിക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് ഡെയിലി നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് അപ്ഡേഷൻ വരുന്നത് പോലെ കറണ്ടിൻ്റെ വണ്ടിക്കകത്ത് അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടാണ്ട് സംസാരിച്ചിട്ട് നമ്മൾ സമയം കളയുന്നില്ല. അതുപോലെ മെക്കാനിക്കൽ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ഒരു വീടിനകത്ത് എങ്ങനെയാണ് കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാമെന്ന് പറഞ്ഞു, ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേടിക്കുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇൻഡസ്ട്രി പോയി. ഒരു ഇൻഡസ്ട്രിയിൽ പോയ സമയത്ത് അവിടെ ഒരു ലെയ്ത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെയ്ത്തിനകത്ത് ഒരു 5 HP ഒരു ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്. അത് വെച്ചിട്ട് ആ ലെയ്ത്ത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ലെയ്ത്തിനകത്ത് വർക്ക് ചെയ്യാവുന്നതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതേ സാധനം തന്നെ ഈ 10 HP ഒരു ഇൻഡക്ഷൻ മോട്ടർ കണക്ട് ചെയ്ത ലെയ്ത്ത് അപ്പുറത്ത് നീന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഒരു വാരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉപയോഗിച്ച് വിചാരിക്കാം. ഒരു VFD ഡ്രൈവ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റിൻ്റെ മെഷീൻ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കും. മാൻ പവർ കുറയ്ക്കാൻ പറ്റും. അവിടെയൊക്കെ എനർജി കൺസർവേഷനും വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ IoT പോയി, അവിടെ നിന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് എന്ത് ചെയ്ത് തുടങ്ങി, നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൊക്കെ എന്ത് ചെയ്തു, ഇന്നോവേഷൻസ് വന്നു തുടങ്ങി. അതായത് ജസ്റ്റ് നമ്മളിവിടെ, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഓണറാണെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഫാക്ടറി ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാം. ആ ലെവലിലേക്കൊക്കെ ഇപ്പോൾ ടെക്നോളജി, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തു, മനുഷ്യൻ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ടെക്നോളജി, നമ്മളെ കാഴ്ചപ്പാടിനൊക്കെ സാധാരണക്കാരനെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പരമ്പരാഗതമായിട്ടുള്ള കുറേ മെഷീനറിയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മെഷീൻ ഒരു സിംഗിൾ പർപ്പസിന് 1000 RPM കറങ്ങുന്ന 5 HP ഒരു മോട്ടർ, ഒരു ഡ്രൈവ് ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 5 HP ഒരു മോട്ടർ ഉണ്ട്, അതിൻ്റെ RPM 1000 RPM ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കട്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ 5 HP മോട്ടർ ഒരു 1500 RPM ഉപയോഗിച്ച് കറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും.
ഇത് 5 HP മോട്ടർ ഒരു 750 RPM കറക്കുക, വേറെ എന്തെങ്കിലും ഹെവി ലോഡുള്ളൊരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഒരു സിംഗിൾ മെഷീൻ മതി അതിൻ്റെ സ്പീഡ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സിംഗിൾ മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, VFD ഡ്രൈവുകൾ, വാരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്നിട്ട് സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ AC പവർ സപ്ലൈ വരും. ഈ AC പവർ സപ്ലൈനെ നമ്മളൊരു റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റും, DC ആക്കി മാറ്റും. ഈ DCനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ AC ആക്കി മാറ്റും. ഈ AC പവർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും മെഷീനിലേക്ക് കൊടുക്കും. ഇതാണ് ഒരു VFD ഡ്രൈവിൻ്റെ ഏറ്റവും ബേസിക്, ഉള്ളിലുള്ള ബേസിക് ആയിട്ടുള്ള സാധനം. AC പവർ സപ്ലൈ വന്നു, അതിനെ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റി, DC ആക്കി മാറ്റി. ഈ DCനെ അഗൈൻ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കി മാറ്റി, AC ആക്കി മാറ്റി. ഇങ്ങനെ AC ആക്കി മാറ്റുന്ന സമയത്ത് നമ്മളെ സാധാരണ സപ്ലൈ ഫ്രീക്വൻസി എന്നുള്ളത് 50 Hz ആണ്. പക്ഷേ ഈ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ AC ആക്കുന്ന സമയത്ത് ഈ 50 Hz നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇൻഡക്ഷൻ മെഷീൻ്റെ സിംഗണസ് സ്പീഡ് എന്ന് പറയുമ്പോൾ 120 F/P അല്ലേ. ഇതിന് P എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പോൾസ് ആണ്, അത് കാര്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഈ സപ്ലൈ ഫ്രീക്വൻസി Fനെ നമുക്ക് ഇഷ്ടമുള്ള റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മെഷീൻ്റെ സിംഗർണസ് സ്പീഡ് നമുക്ക് ഏത് റേഞ്ചിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഈ VFD ഡ്രൈവ് എല്ലാ ഇൻഡസ്ട്രിയിൽ പോയാലും കാണാം. അവിടെ എത്രയേ ഉള്ളൂ, ഒരു മെഷീൻ്റെ സിംഗർണസ് സ്പീഡ്, കറങ്ങുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 F/P ആണ് അതിൻ്റെ ഒരു ഫോർമുല. ഇതിൽ P എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പോൾസ്, ഒരു മെഷീൻ കറങ്ങണമെങ്കിൽ മിനിമം ഒരു നോർത്ത് പോളും മിനിമം ഒരു സൗത്ത് പോളും, 2 മാഗ്നറ്റിക് പോൾസ് വേണം. ഓക്കെ, ഒരു മെഷീൻ കറങ്ങണമെങ്കിൽ മിനിമം എന്ത് വേണം, ഒരു നോർത്ത് പോൾ വേണം, ഒരു സൗത്ത് പോൾ വേണം. അപ്പോൾ ഈ നമ്പർ ഓഫ് പോൾസ് മിനിമം 2 വേണം, അത് നമുക്ക് കാര്യമായിട്ട് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഏതാ മാറ്റാൻ പറ്റുന്നത്, സപ്ലൈ ഫ്രീക്വൻസി F. അപ്പോൾ ഈ സപ്ലൈ ഫ്രീക്വൻസി മാറ്റാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, വാരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഈ വരുന്ന AC പവർ സപ്ലൈനെ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എന്താക്കും, DC ആക്കും. ഈ DC പവർ സപ്ലൈനെ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, AC ആക്കും. അതിനാക്കുന്ന സമയത്ത് ഈ സപ്ലൈ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ആ സപ്ലൈ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് മെഷീൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, വ്യത്യാസം വരും. അപ്പോൾ കണ്ടോ, ഒരു സിമ്പിളായിട്ടൊരു VFD ഡ്രൈവ് വഴി കൊടുത്തത് വഴി ഇത്രയധികം മാറ്റങ്ങൾ എന്ത് ചെയ്തു, ഒറ്റ മെഷീൻ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അത് വളരെ വലിയൊരു നേട്ടമാണ്. മാത്രമല്ല ഈ VFD ഡ്രൈവിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷന് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ കൺട്രോൾ ചെയ്യാം. VFD ഡ്രൈവിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ, അതായത് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്ക് എൻ്റെ വീട്ടിലെ VFD ഡ്രൈവ് ആണെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ വന്ന മാറ്റം. അപ്പോൾ ഈ VFD ഡ്രൈവിൻ്റെ ഒരു ബേസിക് ഞാൻ ഇവിടെ പറയാൻ കാരണം, മെക്കാനിക്കൽ സ്റ്റുഡൻസ് ഏത് ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാലും ആ മെഷീൻ്റെ സൈഡിൽ ഈ ഒരു VFD ഡ്രൈവ് കാണാം, പിന്നെ ഒരു PLC കാണാം. ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ വിഷയം പറഞ്ഞു വരുമ്പോൾ ഒന്ന് പറഞ്ഞൊന്ന് മാത്രം, നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള മെഷീൻസ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം, അത് ഓട്ടോമേഷൻ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, 5 ആൾ ചെയ്യുന്ന വർക്ക് ഒരു സിംഗിൾ ആളെ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത്രയും മാൻ പവർ കുറയ്ക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം, കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാം. മാത്രമല്ല കുറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു സാധനം പുറത്തേക്ക് ഇറങ്ങിയാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനം എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനും പറ്റും. ലോക വിപണിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ അല്ല, അവർക്ക് കുറഞ്ഞ വിലയ്ക്കാണ് ഇപ്പോൾ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ഇറക്കുന്നത്. ആ മാർക്കറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മത്സരക്ഷമത വരും. ഇതൊക്കെയാണ് VFD ഡ്രൈവൊക്കെ വന്നതുകൊണ്ടുള്ള നമുക്കുള്ള ഉപയോഗങ്ങളും ഉപകാരങ്ങളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു വന്നത്, ഇൻഡസ്ട്രിക്കകത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമേഷൻ ആയിട്ടുണ്ടാവും, VFD ഡ്രൈവുകൾ കാണും, ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംഗിൾ മെഷീൻ തന്നെ മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുക, മാൻ പവർ പരമാവധി കുറയ്ക്കുക, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക, എനർജിയുടെ ഉപയോഗം കുറയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിനകത്ത് വരുന്നുണ്ട്. ബാക്കിയുള്ള ഇതിനകത്ത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ തിയറി ക്ലാസ് എടുക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് നിർത്തിയെന്ന് മാത്രം. പിന്നെ എന്താണ് ഇപ്പോൾ എനർജി ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനർജി ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും ഏത് ഭാഗത്താണ് ഇപ്പോൾ കറണ്ട് ബില്ല് കൂടുതൽ വരാൻ കാരണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം, അവിടെ ഒരു പഴയ കാലത്ത് ഒരു 30 വർഷം പഴക്കമുള്ള ഒരു പഴയ വെള്ളമടിക്കുന്ന മോട്ടറുണ്ട്. മൂപ്പര് അത്യാവശ്യം ഇങ്ങനെ കരകര സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ ബെയറിങ് പോയിറക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു 1000 വാട്ടിൽ ഓടുന്ന മോട്ടറാണെങ്കിൽ മൂപ്പര് ഇപ്പോൾ 1300 വാട്ടൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്,
1000 വാട്ടാണ് അത് സ്മൂത്തായിട്ട് കറങ്ങാൻ വേണ്ടത്. ഇപ്പോൾ അതിൻ്റെ ബെയറിംഗ് കൂടി എന്ത് ചെയ്ത് കംപ്ലൈൻ്റ് ആയി നോക്കുമ്പോൾ അതുകൂടി ചേർത്തിട്ട് വേണം മെഷീൻ കറങ്ങണമെങ്കിൽ. അപ്പോൾ കണ്ടോ, നമ്മൾ പ്രഥമ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി ആ മോട്ടർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാം എന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടത് ഏതാ? എനർജി ഓഡിറ്റിങ്. എവിടെയാണ് നമുക്ക് കറണ്ട് കൂടുതൽ പോണത് അല്ലേ? ആ എനർജി ഓഡിറ്റ് ചെയ്തു, നമ്മൾ എവിടെയാണ് പ്രശ്നം കണ്ടെത്തി, അതിനെ നമ്മൾ എന്ത് ചെയ്തു? ട്രബിൾ ഷൂട്ട് ചെയ്തു. ആ പഴയ മെഷീൻ മാറ്റി പ്രവർത്തനക്ഷമതയുള്ള പുതിയ സാധനം വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കറണ്ട് ഉപയോഗം കുറച്ചു. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എനർജി ഓഡിറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഇതാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഇൻഡസ്ട്രി പോയി ആയിരിക്കാം, ഒരു ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാൽ അവിടെ എനർജി ഓഡിറ്റിങ്ങിന് ആൾ വരും. അപ്പോൾ അവർ ആദ്യം വന്നു കഴിഞ്ഞാൽ മെഷീൻ സൈഡ് നോക്കും, ഏതൊക്കെ മെഷീനാണ് ഓടുന്നത്, അതിന് എത്ര പഴക്കമുണ്ട്, അത് എത്ര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് സൗണ്ട് ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിപ്പോൾ ഒരു 1000 വാട്ടിൽ വർക്ക് ചെയ്യേണ്ടതാണ് ഒരു മെഷീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ എത്ര അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഡാറ്റ അവർ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, പഴയ കാലത്ത് സാധാ ലൈറ്റ് ആയിട്ടത് അത് എത്ര എനർജി ഉപയോഗിക്കുന്നുണ്ട്, അതേ ലൈറ്റ് കിട്ടണമെങ്കിൽ പുതുതായിട്ടുള്ള LED ലൈറ്റ് അല്ലെങ്കിൽ പുതിയ സംവിധാനം അനുസരിച്ചുള്ള ലൈറ്റ് ഇത് ഉപയോഗിക്കണം. അവിടെ കറണ്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഫാൻ ഉപയോഗിക്കുന്നുണ്ട്, അതേമാതിരി കൂളിങ്ങിനുള്ള സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്, മറ്റു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എനർജി എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, എനർജിയുടെ ഉപയോഗം കുറച്ചാലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അത് പല ടൈപ്പ് എനർജി ഓഡിറ്റിംഗ് ഉണ്ട്. ചിലത് ജസ്റ്റ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് അതിന് ക്ലിയർ ആക്കി പോകുന്ന ഓഡിറ്റിംഗ് ഉണ്ട്, അതങ്ങനെ പോയിക്കോളും. പക്ഷേ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എനർജി ഓഡിറ്റിംഗ് എന്ത് ചെയ്യണം? നടത്തണം. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എനർജി ഓഡിറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളും കീറി മുറിച്ച് എന്ത് ചെയ്യും? പരിശോധിക്കും. ഓരോ മെഷീനും ക്ലിയർ ആയിട്ടുള്ള സംഭവം നോക്കി അതിനെക്കുറിച്ച് അനാലിസിസ് നടത്തും. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. കമ്പനിയുടെ ആ ഒരു സംഭവം ഹിസ്റ്ററി പഠിക്കും. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് പ്രകാരം പിന്നെ ഓരോ ഭാഗത്ത് എന്ത് ചെയ്യും? മേക്കപ്പ് ചെയ്തിട്ടും ഊർജ്ജത്തിൻ്റെ ഉപയോഗം എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ബൾബ് മാറ്റി LED ബൾബ് ഇട്ടു, സാധാ ഫാൻ മാറ്റി പുതിയ BLDC ഫാൻ വെച്ചു, പഴയ കാലത്തെ മോട്ടർ മാറ്റി പുതിയ മോട്ടർ വെച്ചു, AC ഉണ്ട് അത് മാറ്റിയിട്ട് സ്റ്റാർ റേറ്റിങ്ങിൽ പുതിയ AC വെച്ചു. ഇതും എനർജി ഓഡിറ്റിംഗ് ആണ്, നമ്മൾ എടുത്തൊരു നടപടിയാണ്. ഇത് ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? വ്യത്യാസങ്ങൾ വരുന്നു മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള ഊർജ്ജത്തിൻ്റെ ഒരവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ മുകളിൽ സോളാറിൻ്റെ സംവിധാനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിലൊരു എനർജി മാനേജ്മെൻറ്റും അതിൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഊർജ്ജത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉണ്ടാക്കിയിരുന്നത് ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ്. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? വീടിൻ്റെ മുകളിൽ സോളാർ പാനലൊക്കെ വെച്ചിട്ട് സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതേപോലെ കുറച്ചുകൂടി സ്ഥല സൗകര്യമുള്ള, ഇപ്പോൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത് കൂടംകുളം ആണവ നിലയാണ്. അവിടുന്ന് നല്ല രീതിയിൽ കറണ്ട് ഉൽപ്പാദനം നടക്കുന്നുണ്ട്. കേരളം അതിൻ്റെ നല്ലൊരു ഗുണഭോക്താവുമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിനുള്ള ഊർജ്ജം ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റിന്യൂവബിൾ എനർജി സോഴ്സസിന് നല്ല പ്രാധാന്യം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാർ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ കൊടുക്കുന്നത് സോളാർ പാനലുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി പരിസ്ഥിതി സൗഹൃദമാണ്, കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമാണ്. അതേപോലെ തമിഴ്നാട് സർക്കാർ സോളാറിൻ്റെ പവറിൻ്റെ പുറമെ വിൻഡ് മില്ലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ നയം വന്നിരുന്നു. ഇപ്പോൾ തമിഴ്നാടിൻ്റെ തീരദേശ മേഖല, കന്യാകുമാരി മുതൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്ന തമിഴ്നാടിൻ്റെ കടൽ തീരദേശ മേഖല വിൻഡ് എനർജിക്ക് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ്. അപ്പോൾ അതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം വരാത്ത രീതിയിൽ വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പൈസയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് അത് വാടകയ്ക്ക് സ്ഥലം ലീസിന് കൊടുക്കുന്നുണ്ട്. 99 കൊല്ലത്തിനും 109 കൊല്ലത്തിന്, അതായത് 99 കൊല്ലം 100 കൊല്ലം എന്നൊക്കെ പറഞ്ഞ കണക്കിൽ. അപ്പോൾ അതൊക്കെ പല വൻകിട കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയൊക്കെ വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഊർജ്ജത്തിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലെ ഇതിനനുസരിച്ചിട്ട് പരമാവധി ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സോളാർ എന്ന് നമ്മൾ പറഞ്ഞത്, തമിഴ്നാടിനകത്ത് വിൻഡ് മില്ല് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തത്? നമ്മളിങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ നമ്മളിപ്പോൾ എനർജിയുടെ മാനേജ്മെൻറ്റ്, എനർജി കൺസർവേഷൻ, എനർജി ഓഡിറ്റിങ്, പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പരാമർശിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം. അതായത് എനർജി സോഴ്സസ്, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് എനർജി സോഴ്സസ് ഉണ്ട്.
റിന്യൂവബിൾ എനർജി സോഴ്സസും ഉണ്ട്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസും ഉണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, തീർന്നു പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണം സോളാർ എനർജി റിന്യൂവബിൾ എനർജിയാണ്. നമ്മൾ ഇപ്പോൾ സോളാർ പാനൽ വെച്ച് കറണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് തീർന്നു പോകണമെന്നില്ല. അതേമാതിരി വിൻഡ് എനർജി, കാറ്റിൽ നമ്മൾ കറണ്ട് ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അത് തീർന്നു പോകുന്നില്ല. ഓക്കെ. അതേപോലെ വേവ് എനർജി, തിരമാലയ്ക്കകത്ത് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, തീർന്നു പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതോറും തീർന്നു പോവാത്ത എനർജി സോഴ്സസ് ആണ് എന്ത്, റിന്യൂവബിൾ എനർജി സോഴ്സസ്. അല്ല, എന്നാൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകും. ഇപ്പോൾ കൽക്കരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു. പിന്നെ പ്രകൃതിയിൽ ഉണ്ടാവണമെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ ഉണ്ടാവണം അല്ലേ, അപ്പോൾ അത് നോൺ റിന്യൂവബിൾ എനർജിയാണ്. അതേമാതിരി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതേമാതിരി പ്രകൃതിവാതകം, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, പ്രകൃതിവാതകം പറയുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് അല്ല, മറ്റേ CNG LPG പോലത്തെ പ്രകൃതിവാതകം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കൽക്കരി, ഇതൊക്കെ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുന്നതാണ്, തീർന്നു പോകുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് എനർജി നമ്മൾ 2 രീതിയിലാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. മറ്റനവധി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ പ്രധാന ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഒന്ന് റിന്യൂവബിൾ എനർജി എന്നുള്ളതും അടുത്തത് നോൺ റിന്യൂവബിൾ എനർജി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, തീർന്നു പോകില്ല. ഇപ്പോൾ സോളാർ എനർജി, വിൻഡ് എനർജി, അങ്ങനെയൊക്കെ അത് ഉദാഹരണമാണ്. നോൺ റിന്യൂവബിൾ എനർജി പറയുമ്പോൾ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, തീർന്നു പോകും. കൽക്കരി, അതേമാതിരി പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിക്കാറുള്ളൊരു സംഭവമാണ് എന്ത്, സോളാറിൻ്റെ എനർജി എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സോളാറിൻ്റെ എനർജി എന്താണ് എന്നുള്ളത് പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സോളാർ പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സോളാർ പാനലിൻ്റെ പ്രത്യേകത എന്താണ്, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. കറണ്ട് പറയുമ്പോൾ എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇപ്പോൾ ഒരു കേബിളിൽ കൂടെ 1 ആംപിയർ കറണ്ട് പോകുന്നുണ്ടാവും, അതേ കേബിളിൽ കൂടെ കുറച്ച് കഴിഞ്ഞാൽ 10 ആംപിയർ കറണ്ട് പോയി ആയിരിക്കാം. അപ്പോൾ 1 ആംപിയർ കറണ്ട് പോകുമ്പോൾ ഇലക്ട്രോൺസ് ആയിരിക്കില്ല, 10 ആംപിയർ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, പോകണ്ടാവുക, ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ സോളാർ പാനലിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഈ സോളാർ പാനലിൽ നമ്മൾ സൺലൈറ്റ് വന്ന് തട്ടിയാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ സോളാർ പാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സോളാർ പാനൽ ഉണ്ടാവും. ഈ സോളാർ പാനലിൻ്റെ പ്രത്യേകത എന്താണ്, സൺലൈറ്റ് വന്ന് തട്ടിയാൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ സോളാർ പാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണിക്സിനെ എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിട്ടുണ്ടാവുക, സോളാർ പാനൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. DC പവറാണ് സോളാർ പാനലിനകത്ത് ഉണ്ടാക്കുക. ഏതുണ്ടാക്കുക, DC പവർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. AC പവർ അല്ല സോളാർ പാനൽ ഉണ്ടാവുക, DC പവറാണ് സോളാർ പാനൽ ഉണ്ടാവുക. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോണിക്സിനെ എമിറ്റ് ചെയ്യുന്ന PN ജംഗ്ഷൻ ഡയോഡ്, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിട്ടുണ്ടാവുക, സോളാർ പാനൽ നമ്മൾ ഉണ്ടാക്കാം. ഇപ്പോൾ നല്ല വെയിലാണ് വിചാരിക്കാം, സോളാർ പാനലിൻ്റെ ഉള്ളിൽ വന്ന് തട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക്സിൻ്റെ എണ്ണം കൂടും, സോളാർ പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് പവർ എന്ത് ചെയ്യും, കൂടും. ഇപ്പോൾ മഴക്കാറാണെന്ന് വിചാരിക്കാം, സോളാർ പാനലിൻ്റെ മുകളിൽ വന്ന് തട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക്സിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കുറയും, സോളാർ പാനലിൻ്റെ ഔട്ട് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സോളാർ പാനൽ എന്ത് ചെയ്യുന്നത്, ബേസിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ജസ്റ്റ് ഞാൻ സോളാർ പാനലിൻ്റെ ഒരു ബേസിക് ഡയഗ്രാമാണ്. ഇവിടെ നമ്മളൊരു കൺട്രോൾ യൂണിറ്റ് പോലത്തെ സാധനം വയ്ക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സോളാർ പാനൽ, സോളാർ ടെക്നോളജി മാത്രം PhD എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിനകത്ത് ഈ കൺട്രോൾ യൂണിറ്റ് മാത്രം, അതിനകത്തുള്ള ഓരോ വകഭേദങ്ങളും MTechനകത്ത് ഓരോ സ്പെഷ്യലൈസ് ചെയ്ത ബ്രാഞ്ചാണ്. അപ്പോൾ ഇത് വളരെ വൈഡായിട്ടുള്ള സബ്ജക്റ്റാണ്. നമുക്ക് ജസ്റ്റ് അറിവിലേക്ക് മാത്രമായിട്ട് ഞാൻ പറഞ്ഞെടുത്താണ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചു. ഇത് ബോർഡ് എക്സാമിന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു, നമുക്കൊന്ന് ആൻസർ ചെയ്യണം. അപ്പോൾ ആൻസർ ചെയ്യണമെങ്കിൽ ഓരോ ബുക്ക് നോക്കി ഓരോ ഫിഗർ കാണാം. പക്ഷെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിഗർ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, സോളാർ പാനൽ വെച്ചു. അതെന്താ നമ്മൾ വെച്ചു, ഇവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചു. ഈ സോളാർ പാനൽ എന്നുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മളെ സോളാർ പാനൽ. ഈ സോളാർ പാനൽ എന്നുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുത്തു. ഓക്കെ. അതിനെ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുത്ത സമയത്ത് ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു ബാറ്ററി ബാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് DC ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് AC ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിലൊരു സിമ്പിളായിട്ടൊരു ഡയഗ്രാമാണ്. ഇത് വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും.
അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ പാനൽ നിന്നുള്ള ഔട്ട് നേരെ ജസ്റ്റ് ഒരു കൺട്രോൾ യൂണിറ്റ് ഒറ്റ വാക്കിൽ മെൻഷൻ ചെയ്യുന്നത് അതിലേക്ക് കൊടുത്ത്. ഇപ്പോൾ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യേണ്ട വോൾട്ട് 12 വോൾട്ട് ആയിരിക്കുക. ഉദാഹരണം 12 വോൾട്ട് നമുക്ക് ബാറ്ററി എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നല്ല വെയിലുണ്ട്, പാനലിൽ നമുക്ക് 14 വോൾട്ട് ഔട്ടുണ്ട്, ബാറ്ററി ചാർജ് ചെയ്യാൻ എത്രയേ ഉണ്ടുള്ളൂ, 12. അപ്പോൾ ഈ 14 വോൾട്ടിൻ്റെ 12 ആക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ബാറ്ററി ചാർജിങ് മെയിൻറ്റെയിൻ ചെയ്തോളും. ആ പണി ആര് ചെയ്തോളും, കൺട്രോൾ യൂണിറ്റ് ചെയ്തോളും. ഇപ്പോൾ മഴക്കാറാണ്, പാനലിൽ നിന്നുള്ള ഔട്ട് 10 വോൾട്ടേ ഉള്ളൂ, ബാറ്ററി നമുക്ക് എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. ഇപ്പോൾ പാനലിൻ്റെ ഔട്ട് എത്രയേ ഉള്ളൂ, 10 വോൾട്ടേ ഉള്ളൂ. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ എത്ര വേണം, 12 വോൾട്ട് വേണം. അപ്പോൾ ഈ 12 വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ 10 വോൾട്ടിനെ 12 വോൾട്ട് ആക്കിയിട്ട് ബാറ്ററിനെ ചാർജ് ചെയ്യുന്ന കറക്റ്റായ പരിപാടി അതാരും നോക്കിക്കോളും, കൺട്രോൾ യൂണിറ്റ് നോക്കിക്കോളും. അതിനുള്ള സംവിധാനം ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ബാറ്ററിയുടെ ഒരു ചാർജിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേമാതിരി ഇപ്പോൾ ഈ പാനലിൻ്റെ ഔട്ട് ഇപ്പോൾ 24 വോൾട്ടാണ് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ പാനലാണ് നമ്മൾ വിചാരിക്കുക. നമുക്ക് ഇവിടെ ഡി സിയിൽ ഒരു 24 വോൾട്ട് സപ്ലൈ എപ്പോഴും എന്ത് ചെയ്യണം, അവൈലബിൾ ആവണം എന്ന് വിചാരിക്കാം. അതായത് ഡി സിക്കകത്ത് നമുക്കൊരു 24 വോൾട്ട് നമുക്ക് അവൈലബിൾ ആവണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, അതായത് സോളാർ പാനലിൻ്റെ ഔട്ട് 12 വോൾട്ടാണ്, നമുക്കൊരു ഡി സി ലോഡ് ഉണ്ട് 24 വോൾട്ട് സപ്ലൈ നമുക്ക് ഇവിടെ എത്രയും കിട്ടും. 24 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടുകളിൽ ഇപ്പോൾ ഡി സിയിൽ ഓടുന്ന ലൈറ്റ്, ഡി സി പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫാന്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും എന്ത് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്, ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 12 വോൾട്ട് പാനലിൽ നിന്ന് വരുന്ന ഈ വോൾട്ടേജിനെ നമുക്ക് 24 വോൾട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ പണിയും ആര് ചെയ്തോളും, കൺട്രോൾ കൊണ്ട് ചെയ്തോളും. അതേമാതിരി എ സി പവറിൽ ഓടുന്ന സംഭവമുണ്ട്, ലൈറ്റ് ഫാനൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് 230 വോൾട്ട് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഡി സി പവറിനെ എ സി പവർ സപ്ലൈ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കുന്ന പരിപാടി ആര് നോക്കിക്കോളും, കൺട്രോൾ യൂണിറ്റിനകത്ത് നടന്നോളും. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് സോളാർ പാനലിന് എന്ത് ചെയ്യില്ല, നമുക്ക് പവർ സപ്ലൈ കിട്ടില്ല. അപ്പോൾ അന്നേരം ഈ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്ത പവർ നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഈ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്ത ഡി സി പവറിനെ എ സി ആക്കിയിട്ട് പുറത്തേക്ക് കിട്ടണം. അതേമാതിരി ഡി സി ലോഡ് വരയ്ക്കാതെ ഡി സി പവറും കിട്ടണം. ആ കാര്യങ്ങളും ആരും നോക്കിക്കോളും, കൺട്രോൾ യൂണിറ്റ് നോക്കിക്കോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. സോളാർ പാനലുണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ബാറ്ററി യൂണിറ്റ് ഉണ്ട്, പിന്നെ ഡി സി ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, എ സി ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് പവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്ത ഈ പവർ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഉപയോഗിക്കണം. ആ പരിപാടിയൊക്കെ അവിടെ നടക്കും, കൺട്രോൾ യൂണിറ്റിനകത്ത് നടക്കും. ഓക്കെ. അപ്പോൾ പകൽ സൂര്യവെളിച്ചുള്ള സമയത്താണ് സോളാർ പാനലിൽ നിന്ന് കറണ്ട് കിട്ടുള്ളൂ, രാത്രി നമുക്ക് സോളാർ പാനലിനകത്ത് കറണ്ട് കിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം. ഇതിന് ഓരോ ബുക്കിലും ഓരോ സ്റ്റഡി മെറ്റീരിയലിലും ഓരോ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തത് പറയാനുള്ളത്, ഇതിപ്പോൾ ഇങ്ങനെ സംവിധാനം കണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഒരു പോരായ്മ തോന്നിയത് എന്താണ്, ഇതിൻ്റെ ഈ ബാറ്ററിയാണ് അല്ലേ. ബാറ്ററിയാണ് നിങ്ങൾക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോണത്, വീടുകളിൽ സോളാർ പാനൽ വെച്ചാൽ ഇതെങ്ങനെ വർക്കാവുന്നു എന്നുള്ള കാര്യം നമുക്കറിയണം, അല്ലെങ്കിൽ നമുക്ക് അതിൽ കാര്യമില്ല. അപ്പോൾ വീടുകളിൽ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വർക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ഇൻവെർട്ടർ വെക്കുകയാണെങ്കിൽ ആ ഇൻവെർട്ടറിൻ്റെ ബോക്സിന് ചിലപ്പോൾ ഒരു 8000 റുപ്യ ഉണ്ടാവുള്ളൂ. അതിന് ബാറ്ററി വെക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 20,000 റുപ്യ ചിലവാക്കണം. അപ്പോൾ കണ്ടോ, അവിടെ ബാറ്ററിക്കാണ് പൈസ. പിന്നെ ഒരു 5 വർഷം കൂടുമ്പോൾ ഈ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യണം, അത് റീപ്ലേസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ബാറ്ററിയുടെ ഉപയോഗം കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിപാടി നടക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ചു. എന്നിട്ട് ഈ സോളാർ പാനൽ എന്നുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കി. അത് നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, KCBക്ക് കൊടുക്കും. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതായത് വീടുകളിൽ ഇപ്പോൾ നമ്മളൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഈ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇവിടെ കാണിച്ചിട്ടേ ഉള്ളൂ. കൺട്രോൾ യൂണിറ്റ് നമ്മളൊന്നും വിശദമായിട്ട് പോകണില്ല. അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് നമ്മുടെ സോളാർ പാനൽ വീടിൻ്റെ മുകളിൽ വെച്ചത്. ഇപ്പോൾ പകൽ നല്ല വെളിച്ചമാണ്, ആ പകൽ നല്ല വെളിച്ചമുള്ള സമയത്ത് അതിന് കറണ്ട് ഉണ്ടാക്കും. ഇവിടെ DC പവർ ഉണ്ടാവുക, അതിനെ AC പവർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, KCBക്ക് കൊടുക്കും. അതിനെ KCBക്ക് കൊടുക്കുന്ന സമയത്ത് പകൽ നമുക്ക് വലിയ കാര്യമായിട്ട് എന്തില്ല, കറണ്ടിൻ്റെ ആവശ്യമില്ല. അതിനെ പകൽ ഈ സാധനം നമ്മൾ KCBക്ക് കൊടുക്കും. രാത്രി കാലങ്ങളിൽ നമുക്ക് സോളാർ പാനലൊന്നും എന്ത് ചെയ്യില്ല, കറണ്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കറണ്ട് നമ്മൾ KCBന്ന് എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് എടുക്കുകയും ചെയ്യും. പകൽ നമ്മൾ ഉണ്ടാക്കിയ കറണ്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നതിന് പകരം KCBക്ക് കൊടുത്താൽ അത് KCB ഇപ്പോൾ ടൗണിലൊക്കെ പകലാണ് ആൾക്കാരുണ്ടാവുക, പല ഇൻഡസ്ട്രികളും പകലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ കറണ്ട് KCBയിലേക്ക് കൊടുക്കും, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാതെ. KCBക്കാർ അത് ഈ പറഞ്ഞ ടീമിനൊക്കെ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും.
രാത്രി കാലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കറണ്ട് എന്ത് ചെയ്യും, നമ്മൾ KSEBിന്ന് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ വീട്ടിൽ സോളാർ പാനൽ വെക്കുമ്പോൾ നടക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ലാഭം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പകൽ കറണ്ട് ഉണ്ടാക്കി ഏകദേശം ഒരു 10 യൂണിറ്റ് കറണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ട് KSEBിക്ക് നമ്മൾ കൊടുത്തു വിചാരിക്കുക. നമ്മൾ അത് കഴിഞ്ഞ് രാത്രി കാലങ്ങളുള്ള AC ഉപയോഗിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു 5 യൂണിറ്റ് കറണ്ട് നമ്മൾ തിരിച്ചെടുത്ത് ഉപയോഗിച്ച് വിചാരിക്കുക. പകൽ നമ്മൾ ഉണ്ടാക്കിയ കറണ്ട് എത്രയാണ്? 10 യൂണിറ്റ്. അത് നമ്മൾ ആർക്ക് കൊടുത്ത്? KSEBിക്ക് കൊടുത്തു. നമ്മൾ പകൽ അത് ഉപയോഗിക്കുന്നില്ല. രാത്രി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? 5 യൂണിറ്റ് കറണ്ട് മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി ലളിതമാക്കി പറയാം. ഒരു ദിവസം 3 കിലോ വാട്ടിൻ്റെ ഒരു പാനലാണ് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്ക് 12 യൂണിറ്റ് കറണ്ട് കിട്ടും. അതായത് 1 കിലോ വാട്ട് സോളാർ പവറിനകത്ത് ആവറേജ് നല്ല രീതിക്കാണെങ്കിൽ 4 യൂണിറ്റ് കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് വെക്കുന്നത് 3 കിലോ വാട്ടിൻ്റെ പാനലാണ്. അപ്പോൾ 12 യൂണിറ്റ് കറണ്ട് എന്ത് ചെയ്യും? ഒരു ദിവസം ശരാശരി ഉൽപ്പാദനം ഉണ്ടാവും. ഈ 12 യൂണിറ്റ് കറണ്ട് നമ്മൾ എന്ത് ചെയ്തു? KSEBിക്ക് കൊടുത്തു. നമ്മളെ വീട്ടിൽ ശരാശരി ഒരു ദിവസം 6 യൂണിറ്റ് കറണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 12 യൂണിറ്റ് കൊടുത്തു, 6 യൂണിറ്റ് നമുക്ക് ഉപയോഗമുണ്ട്. ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 6 യൂണിറ്റ് അവിടെ മിച്ചം വന്നു അല്ലേ? നമ്മൾ 12 യൂണിറ്റാണ് കൊടുത്തത്, നമ്മൾ 6 യൂണിറ്റാണ് നമ്മൾ KSEBിന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു 6 യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ പൈസ KSEBിക്കാർ നമുക്ക് മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് തരും എന്നാണ് പറയണത്. എന്തായാലും കുറേ ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പെരപ്പുറത്ത് വെക്കുന്ന സോളാറിൻ്റെ പരിപാടികൾ. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വരില്ല, മീറ്റർ വാടക നമ്മളൊന്ന് അടയ്ക്കുക എന്നുള്ള പരിപാടി മാത്രമേ വരുള്ളൂ. മാത്രമല്ല അധികം കൊടുക്കുന്ന കറണ്ടിൻ്റെ പൈസ അവർ ഇങ്ങോട്ട് തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ വീട്ടുകാർ ആരെങ്കിലും ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനൊരു മറുപടി നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ കാര്യങ്ങളെന്നുള്ളതൊക്കെ. അപ്പോൾ സോളാർ പാനൽ എന്താണെന്നും അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രം എന്താണെന്നും വീടിൻ്റെ മുകളിൽ സോളാർ പാനൽ വെക്കുമ്പോൾ എങ്ങനെ വർക്ക് ആവണം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സംഭവമാണ് എന്ത്? വിൻഡ് എനർജി. എന്താ എനർജിയാണ്? വിൻഡ് എനർജി. അപ്പോൾ വിൻഡ് എനർജിക്കകത്ത് ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ടർബൈൻ കറങ്ങും, കാറ്റാടി കറങ്ങും. ആ ടർബൈൻ്റെ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നേരെ ഒരു ജനറേറ്ററിൽ കൊടുത്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും? കറണ്ട് ഉണ്ടാക്കും ഫാരഡേസ് ലോ വെച്ചിട്ട്. ഓക്കെ, ഫാരഡേസ് ലോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ വിൻഡ് മില്ല് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരും. ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്ലാന്റ് അല്ലേ? നമ്മൾ ആദ്യം ഇങ്ങനെ ഡാം കെട്ടും, ഡാമിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത വെള്ളം പെൻസ്റ്റോക്ക് വഴി നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടർബൈൻ ഇങ്ങനെ കറക്കും. ആ ടർബൈൻ കറങ്ങുമ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ജനറേറ്റർ ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കും. ആ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഏത് പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ടർബൈൻ കറക്കാനുള്ള ഒരു ഊർജം അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എന്താ എനർജിയായി മാറി? ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ പ്ലാന്റ് ആയി. നമ്മുടെ വിഷയം എന്നുള്ളത് വിൻഡ് എനർജിയാണ്. തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ അട്ടപ്പാടി ഭാഗത്ത് വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കഞ്ചിക്കോട് ഭാഗത്ത് വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പല മേഖലകളുടെയും വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? വർഷം മുഴുവൻ ഒരേപോലെ നമുക്ക് കാറ്റ് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിൻഡ് മില്ല് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഒക്ടോബർ നവംബർ ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാറ്റുകാലാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാറ്റിൻ്റെ അളവ് കുറയും. അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് വിൻഡ് മില്ല് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. ഒരേപോലെ വർഷം മുഴുവൻ കാറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ അധികം കാണാത്തത്. എന്നാൽ തമിഴ്നാട് അങ്ങനെയല്ല, ഏകദേശം ചില തീരദേശ മേഖലയിൽ വർഷം മുഴുവൻ ഒരേപോലെ എന്ത് ചെയ്യും? കാറ്റ് കിട്ടും. അതുകൊണ്ടാണ് തമിഴ്നാട് പോലത്തെ സ്ഥലങ്ങളിൽ വിൻഡ് മില്ല് എന്ത് ചെയ്യുന്നത് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണാം വിൻഡ് മില്ലിൻ്റെ ടർബൈൻ അല്ലേ? കാറ്റടിക്കുമ്പോൾ ഈ വിൻഡ് മില്ലിൻ്റെ ടർബൈൻ കറങ്ങും. ആ ടർബൈനിൻ്റെ ഷാഫ്റ്റ് നമ്മൾ നേരെ എവിടേക്ക് കൊടുക്കും? ജനറേറ്ററിലേക്ക് എന്ത് ചെയ്യും? കപ്പിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ജനറേറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൊട്ടേഷണൽ ഫോഴ്സ് വിൻഡ് എനർജി ഉണ്ടാക്കുക. അതായത് കാറ്റടിക്കുമ്പോൾ ഈ കാറ്റാടി കറങ്ങും. ആ കാറ്റാടി കറങ്ങുമ്പോൾ ആ കാറ്റാടിയുടെ ഷാഫ്റ്റ് ജനറേറ്ററിലേക്ക് കൊടുക്കും. അങ്ങനെ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ വേറൊരു പ്രശ്നം വരും. ഈ ജനറേറ്റർ ചിലപ്പോൾ 1000 RPM, ഉദാഹരണം കേട്ടോ, 1000 RPM ഇപ്പോൾ വിൻഡ് എനർജിക്കകത്ത് ഈ ജനറേറ്റർ ചിലപ്പോൾ എന്ത് ചെയ്യണം? 1000 RPM എപ്പോഴും ഒരേപോലെ എന്ത് ചെയ്യണം? കറങ്ങണം. അപ്പോൾ ഇവിടെ കാറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? വിൻഡ് മില്ലിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ചിലപ്പോൾ 1500 RPM ആവും. അതേമാതിരി ഇപ്പോൾ കാറ്റ് സ്പീഡ് കുറവാണെങ്കിൽ വിൻഡ് മില്ലിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ചിലപ്പോൾ 800 RPM ആവും
പക്ഷേ ജനറേറ്റർ എപ്പോഴും എത്ര RPM കറങ്ങണം? 1000 RPM കറങ്ങണം. അതിനെ കറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഗിയർ ബോക്സിൻ്റെ സെറ്റപ്പ് കൊടുക്കും. ജസ്റ്റ് ഒരു ഗിയർ ബോക്സിൻ്റെ സെറ്റപ്പ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം വരയ്ക്കുമ്പോൾ വിൻഡ് മില്ലിൻ്റെ സംഭവം ഉണ്ടാവും, പിന്നെ നമ്മുടെ ജനറേറ്റർ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരാൾ വരും. ഇയാളാണ് ആര്? ഗിയർ ബോക്സ്. കേട്ടോ, ഞാൻ അതോടെ മാർക്ക് ചെയ്യാത്തത് ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ തന്നെ മനസ്സിലേക്ക് വരും. അപ്പോൾ വിൻഡ് മില്ലിൻ്റെ കാറ്റാടി ഇവിടെ ഉണ്ടാവും, ആ കറങ്ങുന്ന സംഭവം നേരെ ജനറേറ്ററിലേക്കാണ് കൊടുക്കുക. ഡയറക്റ്റ് കൊടുക്കുന്നതിന് വരെ ഗിയർ ബോക്സ് വരെ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ കാറ്റ് കൂടി വിൻഡ് മില്ലിൻ്റെ സ്പീഡ് 1500 RPM ആണ്, ജനറേറ്ററിന് 1000 RPM ഉണ്ടുള്ളൂ. അപ്പോൾ ഗിയർ ബോക്സ് ഉപയോഗിച്ച് 1000 RPM ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും. ഇപ്പോൾ കാറ്റ് കുറവാണ്, വിൻഡ് മില്ലിൻ്റെ സ്പീഡ് എന്താണ് കുറവാണ്, അപ്പോൾ ഇവിടെ 1000 RPM ആക്കണം. ഇപ്പോൾ കാറ്റിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് 800 RPM കിട്ടുന്നുള്ളൂ. അപ്പോൾ ഗിയർ ബോക്സ് ഉപയോഗിച്ച് ആ സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യും, 1000 RPM ആക്കിയിട്ട് നമ്മൾ ജനറേറ്ററിലേക്ക് എന്ത് ചെയ്യും, ആ സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുക്കും. ജനറേറ്ററിനകത്തുള്ള സംഭവം എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും, കറണ്ട് നമുക്ക് കിട്ടും. ഇത് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയാണ്, വണ്ടി മാനുവലാണെങ്കിൽ നമ്മൾ എന്തിനും ഗിയർ നമ്മൾ മാറ്റണം. ഓട്ടോമാറ്റിക്കാണ് ഗിയർ എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഓട്ടോമാറ്റിക് ഗിയർ വണ്ടി ഓടിക്കോളും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഗിയറിൻ്റെ സെറ്റിങ് മൊത്തത്തിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കാനായിട്ടൊരു കൺട്രോൾ യൂണിറ്റ് പോലത്തെ സാധനം കൊടുക്കും. ഇതിനകത്ത് ഈ വിൻഡ് എനർജിയുടെ സ്പീഡ് നോക്കുന്നുണ്ടാവും, ഗിയർ ബോക്സിൻ്റെ സെറ്റപ്പ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നോക്കുന്നുണ്ടാവും, ഇവിടെ നിന്നുള്ള ഔട്ട്പുട്ടൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും ആര്, കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ആൻസർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, വിൻഡ് മില്ല് കറക്കും. ആ വിൻഡ് മില്ല് കറക്കുമ്പോൾ ഡയറക്റ്റ് ഗിയർ ബോക്സിലേക്ക് കൊടുക്കും. എങ്കിൽ മാത്രമേ ജനറേറ്ററിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. മൊത്തത്തിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകണമെന്ന് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ആയിട്ട് ആര് കൊടുക്കും, കൺട്രോൾ യൂണിറ്റ് ആയിട്ടുള്ള സംഭവം എന്ത് ചെയ്യും കൊടുക്കും. ഇതാണ് ഒരു വിൻഡ് മില്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഡയഗ്രം വരിക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും മനസ്സിലാവും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് എന്ത്, ബയോഗ്യാസ് അല്ലേ, ബയോഗ്യാസ് പ്ലാന്റ്. ഇതും ഡെയിലി ലൈഫിൽ എല്ലാവരും എന്ത് ചെയ്യുന്നതാണ്, കാണുന്നതാണ്. ബയോഗ്യാസ് പ്ലാന്റ് എന്താണെന്നുള്ളത്. എന്താ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീടിനകത്തുള്ള മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ ഗ്യാസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തെടുക്കും. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ അറിയോ, ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് മാത്രം സ്ഥലം വേണം, ഒരുപാട് ഏരിയ വേണം, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മടിയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ കാർഷിക സർവകലാശാല ഉണ്ട് മണ്ണുത്തി, അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം 5 ഇഞ്ച് 6 ഇഞ്ചിൻ്റെ ഒക്കെ PVC പൈപ്പ് കൊണ്ട് ചെറിയ ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കുന്ന ഒരാൾക്ക് പരപ്പുറത്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെറിയ ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് അടക്കം ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഒരു ഡയഗ്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെയിൻ ടാങ്ക് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഇൻപുട്ട് ടാങ്ക് ഉണ്ടാവും, ഇവിടെ ഒരു ഔട്ട്പുട്ട് ടാങ്ക് ഉണ്ടാവും. ഇതാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ബേസിക് സെറ്റപ്പ്. നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്കുള്ള മാലിന്യങ്ങൾ, അതായത് പച്ചക്കറി വേസ്റ്റ്, പശുവിനെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ചാണകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഇൻപുട്ട് ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. അത് ഏകദേശം ഇങ്ങനെ ഒന്ന് ചീഞ്ഞ് അളിഞ്ഞൊരു കുഴമ്പ് പരുവാകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് എന്ത് ചെയ്യും വരും, മെയിൻ ടാങ്കിലേക്ക് വരും. ഈ മെയിൻ ടാങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് രാസപ്രവർത്തനമൊക്കെ വഴി എന്ത് ചെയ്യും, ബയോഗ്യാസ് സെപ്പറേറ്റ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് കളക്ട് ചെയ്യും. പിന്നെ ഇവിടെയുള്ള ഈ വേസ്റ്റൊക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ടാങ്ക് വഴി പുറത്തേക്ക് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ബേസിക് വർക്കിംഗ്. അതായത് ഒരു ഇൻപുട്ട് ടാങ്ക് ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി മാലിന്യം, പശുവിനൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ചാണകം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻപുട്ട് ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. ആ ഫീഡ് ചെയ്ത സാധനം ഒന്നും കൊണ്ട് ദ്രവിച്ച് അളിഞ്ഞ് ഒരു കുഴമ്പ് പരുവാകുമ്പോൾ മെയിൻ ടാങ്കിലേക്ക് വരും. ഇവിടെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഇതിന് രാസപ്രവർത്തനമൊക്കെ നടന്ന് ബയോഗ്യാസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അത് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ഇവിടെയുള്ള ബാക്കിയുള്ള വേസ്റ്റ് ഔട്ട്പുട്ട് ടാങ്കിലേക്ക് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ഇങ്ങനെ വരുന്ന ഈ വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷിയുടെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ത് ചെയ്യണത് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാല്യുവേഷൻ ക്യാമ്പിൽ പേപ്പർ നോക്കുമ്പോൾ മിനിമം ഈ സെറ്റപ്പുകൾ ഉണ്ടോ നോക്കി നോക്കും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ഇടുക. അപ്പോൾ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞിട്ട് പോണത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആട്ടോ.
അതേപോലെ ഈ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് നമ്മൾ ഇടുന്ന പച്ചക്കറി വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ബയോമാസ് എന്ന് പറയാം. ചൈന ആണല്ലോ ബയോഗ്യാസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അടുത്തതാണ് ടൈഡൽ എനർജി. ഇതൊന്നും നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവില്ല. വളരെ അപൂർവമായിട്ടാണ് ഈ സാധനം ലോകത്ത് തന്നെ ഒരു 2 or 3 ഒക്കെ ടൈഡൽ പവർ പ്ലാന്റേ ഉള്ളൂ. ഒരു പരിധിക്കപ്പുറം ഒന്നും എന്ത് ചെയ്യുന്നില്ല. ടൈഡൽ പവർ പ്ലാന്റ് എന്നുള്ളത് ഒരു പരിധിക്കപ്പുറം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബോംബെയിൽ ഒരു ദർഗുണ്ട്. അവിടെ നമുക്ക് ചില പ്രത്യേക സമയത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് വേലിയേറ്റത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, കടലിൽ നിന്ന് ജലം എന്ത് ചെയ്യും, ഇങ്ങോട്ട് കരക്ക് അടിച്ച് കയറും. വേലി ഇറക്കത്തിൻ്റെ സമയത്ത് ഇങ്ങോട്ട് കയറിയ വെള്ളം എന്ത് ചെയ്യും, തിരിച്ച് ഇറങ്ങി പോവുകയും ചെയ്യും. അതാണ് ഈ ടൈഡൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേലിയേറ്റം വേലിയിറക്കം ഇതിനെ ആശ്രയിച്ചിരിക്കും. വേലിയേറ്റത്തിൻ്റെ സമയത്ത് കടലിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും, കരയിലേക്ക് അടിച്ച് കയറും. വേലിയിറക്കത്തിൻ്റെ സമയത്ത് വെള്ളം എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്നറിയാം നിങ്ങൾക്ക്, ചില സ്ഥലങ്ങളിൽ ഈ വേലിയേറ്റം വളരെ വലിയ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇവിടെ എന്ത് ചെയ്യും, ചെറിയൊരു ഡാം പോലത്തെ സെറ്റപ്പ് കൊടുക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു ടർബൈൻ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഒരു ജനറേറ്റർ, പവർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എന്ത് ചെയ്യും, ഇവിടെ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മളെ കടൽ എന്നുണ്ടെങ്കിൽ വേലിയേറ്റത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഈ ഡാമിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യും. ഡാമിലേക്ക് വെള്ളം എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ കടൽ. ഇത് നമ്മളെ ഡാം പോലത്തെ സെറ്റപ്പാണ്. നല്ലോണം വേലിയേറ്റം ഉണ്ടാവുന്ന സ്ഥലമാണെങ്കിൽ വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഈ ഡാമിലേക്ക് വെള്ളം എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ആ വെള്ളം തിരിച്ച് കടലിലേക്ക് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടർബൈൻ കറക്കും. ആ ടർബൈൻ്റെ ഷാഫ്റ്റ് ജനറേറ്ററിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഫാരഡേസിലോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഉണ്ടാക്കും. ഇതാണ് ഏത് എനർജി, ടൈഡൽ എനർജി. പക്ഷെ ഇത് എല്ലായിടത്തും അങ്ങനെ കൺട്രോളൊന്നുമില്ല. അത്രയും വേലിയേറ്റത്തിൻ്റെ സമയത്ത് വലിയ എമൗണ്ടിൽ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ടൈഡൽ എനർജി വർക്കാവുള്ളൂ. ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ അടുത്ത ഒരു ടൈപ്പ് എനർജിയാണെന്ത്, വേവ് എനർജി, തിരമാല. വേവ് എനർജി. ടൈഡ് എന്ന് പറയുമ്പോൾ വേലിയേറ്റം വേലിയിറക്കാണ്. വേവ് എനർജി പറയുമ്പോൾ തിരമാലയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കോവളം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കാണാം വളരെ സൈലൻ്റ് ആയിരിക്കും കടൽ, തിരമാല കാര്യമായിട്ടുണ്ടാവില്ല. എന്നാൽ അവിടുന്ന് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ അപ്പുറമുള്ള ശംഖുമുഖം കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാം തിരമാലയുടെ ആ ഒരു സ്വഭാവം തന്നെ വ്യത്യാസമുണ്ടാവും. നല്ല തിരമാലയായിരിക്കും. അപ്പോൾ ചില കടൽ തീരങ്ങളിൽ നല്ലതുപോലെ ഹെവി ആയിട്ട് എന്ത് ചെയ്യും, തിരമാല അടിച്ചു കയറും. അങ്ങനെ അടിച്ചു കയറുന്ന തിരമാലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, വേവ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. വേവ് എനർജി എന്ന് പറയാം. അതപ്പോൾ ഈ തിരമാല ഇങ്ങനെ അടിച്ചു കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു എയർ ചേമ്പർ പോലത്തെ സെറ്റപ്പ് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് തിരമാല ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ ഇവിടുന്ന് എയർ എന്ത് ചെയ്യും, പുറത്തേക്ക് പ്രഷറായിട്ട് റിലീസാവും. ഈ റിലീസാവുന്ന സമയത്ത് അവിടെ ടർബൈൻ കറക്കിയിട്ട് എന്ത് ചെയ്യും, ജനറേറ്റർ വർക്കാക്കിയിട്ട് കറണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു 3-4 ഡയഗ്രാംസ് ഉണ്ട്. അത് നമുക്ക് PPT ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, വേറെ ഒന്നും കൂടി എനിക്ക് ക്ലിയർ ആക്കിയിട്ട് തരാം. പിന്നെ അടുത്തതാണ് ജിയോ തെർമൽ എനർജി. അതായത് ഭൂമിയുടെ ഉള്ളിൽ ജിയോ തെർമൽ, ജിയോ തെർമലിനകത്ത് ഭൂമിയുടെ അടിയിൽ ചൂടുവാതകങ്ങളുണ്ടാവും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല ഭൂമിയുടെ അടിഭാഗം ഉണ്ടാവുക. അപ്പോൾ ചില സ്ഥലത്ത് കാണാം. ഇപ്പോൾ നമ്മൾ ചില ടൈമിൽ വാർത്താമാധ്യമങ്ങളിൽ കാണും, ഇപ്പോൾ ഇന്തോനേഷ്യൻ ഭാഗത്ത് അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിമാനങ്ങളെ റൂട്ടൊക്കെ മാറ്റി വിട്ടു, അതുകൊണ്ട് ഇന്ന വഴിക്ക് തിരിഞ്ഞു പോകണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അതൊരു വല്ലാത്തൊരു ആഗോള വാർത്തയ്ക്കായ സമയത്ത് കാണാം. നമുക്കിങ്ങനെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഭൂമിയുടെ അടിയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കില്ല സംഭവം ഈ ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ അതിന് ചില സ്ഥലങ്ങളിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് നല്ല ചൂടുവാതകങ്ങൾ ഇങ്ങനെ എപ്പോഴും വർഷം മുഴുവൻ പുറത്തേക്ക് വരുന്ന ഭൂമിയുടെ ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. 1-2 സ്ഥലത്തൊക്കെയാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ് ഉള്ളൂ. എല്ലാ സ്ഥലത്തൊന്നും ഈ ജിയോ തെർമൽ പവർ പ്ലാന്റ് എന്തില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവാതകങ്ങൾ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ ഇത് ഭൂമിയാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവാതകം വരുമ്പോൾ വർഷം മുഴുവൻ അത് കൃത്യമായിട്ട് നിശ്ചിത ടെമ്പറേച്ചറിലെല്ലാം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, പവർ പ്ലാന്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ വരുന്ന ഈ ചൂടുവാതകം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റും. ഇവിടെ ഒരു ബോയിലർ കൊടുക്കും. ഈ വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീമാക്കും. ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ ആരെ കറക്കും, സ്റ്റീം ടർബൈൻ കറക്കും. ആ ടർബൈനിനെ നമ്മൾ ഷാഫ്റ്റ് കൊടുക്ക് ജനറേറ്ററിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് എടുക്കും. ഇവിടെ വരുന്ന സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൂളിംഗ് ടവർ വഴി തണുപ്പിച്ചിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇതാണ് ജിയോ തെർമൽ പവർ പ്ലാന്റിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. 7 മാർക്കിൻ്റെ ആൻസറും ഇതാണ്. അതായത് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവാതകങ്ങൾ വരിക.
അപ്പോൾ ഒരു നിശ്ചിത ഡിഗ്രിയിൽ വർഷം മുഴുവൻ ഒരേപോലെ ചൂടുവാതകങ്ങൾ വരുന്ന സ്ഥലങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ബോയിലർ സെറ്റപ്പ് കൊടുക്കും. അപ്പോൾ ഈ ചൂടുവാതകം നേരെ ഈ ബോയിലറിലേക്ക് കളക്ട് ചെയ്യും. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിനെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ സ്റ്റീം നമ്മൾ ഉണ്ടാക്കും. ആ സ്റ്റീം നമ്മൾ എവിടേക്ക് കൊടുക്കും, സ്റ്റീം ടർബൈനിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ സ്റ്റീം ഉപയോഗിച്ചിട്ട് ആരെ കറക്കും, സ്റ്റീം ടർബൈൻ കറക്കും. ഈ സ്റ്റീം ടർബൈൻ്റെ ഷാഫ്റ്റ് എവിടേക്ക് കൊടുത്തു, ജനറേറ്ററിലേക്ക് കൊടുത്തു. അതായത് ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ചൂടുവാതകങ്ങൾ നമ്മൾ ബോയിലറിലേക്ക് കളക്ട് ചെയ്തു. ആ ബോയിലറിൽ നമ്മൾ ആരുണ്ടാക്കി, സ്റ്റീം ഉണ്ടാക്കി. ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ ആരൊക്കെ ഇറക്കി, സ്റ്റീം ടർബൈൻ ഇറക്കി. ഈ സ്റ്റീം ടർബൈൻ നമ്മൾ എവിടേക്ക് കപ്പിൾ ചെയ്ത് കൊടുത്തു, ജനറേറ്ററിൻ്റെ ഷാഫ്റ്റിലേക്ക് എന്ത് ചെയ്തു, കപ്പിൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ ജനറേറ്ററിൽ എന്ത് ചെയ്തു, പവർ ഉണ്ടാക്കി. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അതിന് ജനറേറ്ററിൽ പവർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൂളിംഗ് ടവർ വഴി നമ്മൾ എന്ത് ചെയ്യും, തണുപ്പിച്ചിട്ട് പുറത്തേക്ക് എടുക്കും. ഇതാണ് ജിയോ തെർമൽ പവറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് സ്റ്റീം വന്നു, അത് നമ്മൾ ബോയിലറിൽ വഴി എന്ത് ചെയ്തു, ഭൂമിയുടെ അകത്ത് ചൂടുവാതകം വന്നു, ബോയിലറിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റീം ഉണ്ടാക്കി. ആ സ്റ്റീം നമ്മൾ എവിടേക്ക് കൊടുത്തു, ടർബൈനിലേക്ക് കൊടുത്തു. അത് വെച്ചിട്ട് ആരെ കറക്കി, സ്റ്റീം ടർബൈൻ കറക്കി. ആ സ്റ്റീം ടർബൈൻ നമ്മൾ എവിടേക്ക് കൊടുത്ത്, ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്ത് കൊടുത്തു. പവർ ഉണ്ടാക്കി, ആ പവർ നമ്മൾ എന്ത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന സ്റ്റീമിനെ നമ്മളൊരു കൂളിംഗ് ടവർ വഴി തണുപ്പിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം. ഇനി ഓരോ ബുക്കിനകത്ത് ഓരോ രീതിയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ തൽക്കാലം അത്ര വിശദമായിട്ട് പോകണില്ല. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ പരീക്ഷ പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫാരഡേസ് ലോ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ ഈ ഫാരഡേസ് ലോ എന്നുള്ളത് കാര്യം മനസ്സിലായില്ലേ? അത് ഇത്രയേ ഉള്ളൂ. ഒരു നോർത്ത് പോള്, അടുത്തത് ഒരു സൗത്ത് പോള്. ഇതിൻ്റെ നടുക്കാനുണ്ട് ഫ്ലക്സ് ഉണ്ട്. ഈ ഫ്ലക്സിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്താൽ ഇവിടെ ആരുണ്ടാവും, EMF ഉണ്ടാവും. ഓക്കെ, മിനിമം ഒരു നോർത്ത് പോള്, സൗത്ത് പോള്, ഇതിൻ്റെ ഇടയിൽ ആരുണ്ട്, ഫ്ലക്സ് ഉണ്ട്. ഈ ഫ്ലക്സിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്താൽ ഇവിടെ ആരുണ്ടാവും, EMF ഉണ്ടാവും. ഈ ഫ്ലക്സ് കട്ടിങ് കൂടുമ്പോൾ EMF എന്ത് ചെയ്യും, കൂടും. ഫ്ലക്സ് കട്ടിങ് കുറയുമ്പോൾ EMF എന്ത് ചെയ്യും, കുറയും. ഇതാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സ്കൂട്ടർ വണ്ടി ഇപ്പോൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് കത്തിക്കിടക്കും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കണില്ല വിചാരിക്കാം. അപ്പോൾ ഡൈനാമോൻ്റെ എഞ്ചിന് നേരെ ഡൈനാമോ ഇവിടെ കപ്പിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കുറവാണ്, അപ്പോൾ ഡൈനാമോൻ്റെ സ്പീഡ് കുറവാണ്, ഫ്ലക്സ് കട്ടിങ് കുറവാണ്, EMF കുറവാണ്, ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം എന്താണ്, കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു വിചാരിക്കാം. അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ അതായിട്ട് കപ്പിൾ ചെയ്ത ഡൈനാമോൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് കട്ടിങ് കൂടും. അപ്പോൾ ഇവിടുത്തെ EMF കൂടും, കറണ്ട് കൂടും. അപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് എന്ത് ചെയ്യും, പ്രകാശിക്കും. അപ്പോൾ കണ്ടോ, നിങ്ങളെ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്ന ഡൈനാമോ ഫാരഡേസിൽ വെച്ചിട്ടാണ് വർക്ക് ആവുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മാത്രമല്ല ഇവിടെ റൊട്ടേഷണൽ ഫോഴ്സാണ് നമുക്ക് ആവശ്യം. ആ റൊട്ടേഷണൽ ഫോഴ്സ് എങ്ങനെ ഉണ്ടാക്കണം അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഹൈഡ്രോളിക് പവർ പ്ലാന്റിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടർബൈൻ കറക്കുന്നത്. എന്നിട്ടാണ് ആ ഷാഫ്റ്റ് ജനറേറ്ററിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഫാരഡേസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, കറണ്ട് ഉണ്ടാക്കി. അപ്പോൾ കണ്ടോ, വെള്ളത്തിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ടർബൈൻ കറക്കിയിട്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കിയത് ഫാരഡേസിൽ വെച്ചിട്ട്. പക്ഷേ ഈ ടർബൈൻ കറക്കാനുള്ള ഊർജ്ജം വെള്ളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയി. ഇനി നേരെ മറിച്ചിട്ട് നമ്മളിവിടെ കുറച്ച് മുമ്പേ വിൻഡ് മില്ല് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു, കാറ്റാടി കറങ്ങിയിട്ട് എന്ത് ചെയ്തു, അത് ഉപയോഗിച്ചിട്ട് ജനറേറ്റർ കറക്കിയിട്ട് ഫാരഡേസിൽ വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കി. അപ്പോൾ കണ്ടോ, ഈ ജനറേറ്ററിനകത്ത് പവർ ഉണ്ടാക്കാനുള്ള റൊട്ടേഷണൽ ഫോഴ്സ് നമ്മൾ എവിടെ നിന്നാണ് ഉപയോഗിച്ചത്, വിൻഡ് എനർജിന്നാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ വിൻഡ് മില്ല് എന്നായി. ഫാരഡേസിൽ വെച്ചിട്ടാണ് ഇവിടെ കറണ്ട് ഉണ്ടാക്കിയത്. പക്ഷേ ആ കറങ്ങാൻ ആവശ്യമായ റൊട്ടേഷണൽ ഫോഴ്സ് കാറ്റിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇത് വിൻഡ് എനർജി ആയി. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫാരഡേസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കറണ്ട് ഉണ്ടാക്കുക. പക്ഷേ അത് ഈ രീതിയിലാണ് അതിൻ്റെ വർക്ക്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഡീസൽ ജനറേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വല്ല എയ്ച്ചറോ അശോക് ലേലൻഡോ അല്ലെങ്കിൽ മഹീന്ദ്രയോ ഒക്കെ ആയിരിക്കും ഡീസൽ ജനറേറ്റർ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ യാത്രയിൽ വല്ല എവിടെയെങ്കിലൊക്കെ ഡീസൽ ജനറേറ്ററൊക്കെ നിൽക്കണമെങ്കിൽ ജസ്റ്റ് നോക്കുക. വേറെ ഒന്നുമില്ല, അവിടെ ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടാവും. സാധാ വണ്ടിക്ക് ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്നുള്ളത് റോട്ടുമ്മക്കൂടെ ഓടിക്കാനാണ്. ഇതാകുമ്പോൾ ഒരു ഭാഗത്ത് നിന്നിട്ട് ജനറേറ്റർ കറക്കിയാൽ മതി. ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കി സാധാ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഡീസലൊക്കെ ഫില്ല് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡീസൽ എഞ്ചിനാണ്, വണ്ടി സ്റ്റാർട്ടാക്കണ മാതിരി. അങ്ങനെ ഡീസൽ എഞ്ചിൻ എന്ത് ചെയ്തു, കറങ്ങൽ തുടങ്ങി കഴിഞ്ഞാൽ
അത് നേരെ നമ്മൾ എന്ത് ചെയ്തു, ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്തു. എന്നിട്ട് ഇവിടെ ഫാരഡേസിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു, കറണ്ട് ഉണ്ടാക്കി. പക്ഷേ കറണ്ട് ആക്കാൻ ഫാരഡേസിനനുസരിച്ച് കറണ്ട് ഉണ്ടാക്കാനുള്ള റൊട്ടേഷണൽ ഫോഴ്സ് ഡീസൽ എഞ്ചിനാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് എന്ത് ജനറേറ്ററായി, ഡീസൽ ജനറേറ്ററായി അല്ലേ, മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഡീസൽ ജനറേറ്റർ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഡീസൽ ഒഴിച്ചു. ഡീസൽ ഒഴിച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കണ മാതിരി ഡീസൽ എഞ്ചിൻ എന്ത് ചെയ്തു, സ്റ്റാർട്ടാക്കി. ഡീസൽ എഞ്ചിൻ എന്ത് ചെയ്തു, കറങ്ങാൻ തുടങ്ങി. അതിൻ്റെ ഷാഫ്റ്റ് എവിടേക്ക് കൊടുത്തു, ജനറേറ്ററിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റ് ഇവിടേക്ക് ജനറേറ്ററിൽ കൊടുത്തിട്ട് ഫാരഡേസിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്തു, കറണ്ട് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ ഇവിടെ ഫാരഡേസിനനുസരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ റൊട്ടേഷൻ ഫോഴ്സ് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, ഡീസൽ എഞ്ചിൻ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പേരെന്തായി മാറി, ഡീസൽ ജനറേറ്ററായി മാറി. മാത്രമല്ല ഈ ഡീസൽ ജനറേറ്ററിൻ്റെ സർവീസിന് പോകുന്ന ടെക്നീഷ്യന്മാർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ്. അതായത് ഇവിടെ ഇപ്പോൾ എന്താ മെയിൻ്റെനൻസ് വരിക, ജനറേറ്റർ ഭാഗത്ത് കാര്യമായിട്ട് മെയിൻ്റെനൻസ് ഒന്നും വരില്ല, അതങ്ങനെ ഓടിക്കോളും. പിന്നെ ഈ ഡീസൽ എഞ്ചിന് അതിൻ്റെ ഓയിൽ മാറ്റണം, അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റണം, വേറെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റണം. സാധാ വണ്ടി റോട്ടുമ്പോൾ കൂടെ ഓടുമ്പോൾ അതിനെന്തൊക്കെ കംപ്ലൈൻറ്റ് വരുമോ അതൊക്കെ ഇതിനും വരും. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, സാധാ വണ്ടി ആകുമ്പോൾ അതിൻ്റെ 4 വീലും മറ്റുള്ള കംപ്ലയിൻറ്റ്സ് അങ്ങനത്തെ സാധനം ആഡ് ചെയ്ത് വരും. ഇതാകുമ്പോൾ ആ ഭാഗം ഉണ്ടാവില്ല. എൻജിൻ സൈഡിൽ വരുന്ന ഒരു വണ്ടിക്ക് എൻജിൻ സൈഡിൽ വരുന്ന കംപ്ലയിൻ്റ് ഒക്കെ എന്ത് ചെയ്യും, ഡീസൽ ജനറേറ്ററും വരും. ഇതിൻ്റെ ഓയിൽ മാറ്റണം, ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റണം, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന മറ്റുള്ള കാർബറേറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിനകത്ത് റൂട്ടീനായിട്ട് എന്ത് ചെയ്യണം, സർവീസ് വരണം. കാര്യമായിട്ട് കംപ്ലയിൻറ്റ് വരാത്തൊരു ഭാഗം എന്നുള്ളത് ഈ ഒരു ജനറേറ്ററിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിലിങ്ങനെ പറഞ്ഞു വന്ന് നോക്കുമ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞു നിർത്തി. അപ്പോൾ ഇതെന്നുള്ളത് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഒരു ഔട്ട്ലൈൻ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കറണ്ട് ഉണ്ടാക്കുന്നത്, ഓരോ എനർജിയിൽ നിന്ന് എങ്ങനെ കറണ്ട് വരിക എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ മെക്കാനിക്കൽ സ്റ്റുഡൻസ് വർക്കിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അധികം ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഓടുന്ന, അതായത് പരമ്പരാഗതമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളൊക്കെ ഒഴിവാക്കി ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഓടുന്ന ആ രീതിയിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ അല്ലേ, പണ്ട് ഇപ്പോൾ ഒരു വേറെ നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു എയർപോർട്ടിനകത്ത് ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് ആളെ കൊണ്ടുപോകണം. അതിനകത്ത് കൂടെ ഒരു പെട്രോളിൻ്റെ വണ്ടിയിൽ ആളെ കൊണ്ട് എങ്ങനെ ഉണ്ടാവും, ടെർമിനലിൻ്റെ ഉള്ളിൽ കൂടെ. ഇപ്പോൾ അതിന് പകരം ഇലക്ട്രിക്കലിൻ്റെ ചെറിയ ബഗ്ഗി കാറുകളാണ് ഉപയോഗിക്കേണ്ടാവുക. അതുമാതിരി ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ നമ്മുടെ രാജ്യത്താണുള്ളത്. അത് തന്നെ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പ്രതിമയുടെ അടുത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കലിൻ്റെ ബസ്സാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി മലിനീകരണമൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ സംവിധാനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അധികം ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോൾ നമ്മൾ ഈ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ മെക്കാനിക്കലായിട്ട് ട്രിപ്പിയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു വണ്ടി സർവീസിന് വന്നു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് കൊടുന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ എല്ലാ മെക്കാനിക്കൽ സ്റ്റുഡൻസും ഇലക്ട്രിക്കലിൻ്റെ ഒരു ബേസിക്സ് കൂടിയും പഠിക്കുക, എങ്കിലേ നിങ്ങളുടെ തൊഴിലിനകത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.